Welcome to Lifeline TV. ഇന്ന് നമുക്ക് ചേഞ്ചിങ് ദ പാരഡൈം, അതായത് ഷിഫ്റ്റിംഗ് ദ പാരഡൈം, അതിനെക്കുറിച്ച് നമുക്കെന്താ പറയാം. സാധാരണ ഇത് പാരഡൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡൽ എന്നുള്ളതാണ്. നമുക്കെല്ലാ ഇപ്പോൾ ഈ കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്കൊരു മോഡലുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചൊരു മോഡലുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കൊരു മോഡലുണ്ട്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു മോഡലുണ്ട്. അതിന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ രക്ഷപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഉള്ളിലുള്ള ആ ഒരു മോഡലിനെ നമുക്ക് മാറ്റാനായിട്ട് കഴിയുക? അപ്പോൾ ഞാനതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊഫസർ സ്റ്റീഫൻ കോവിയുടെ തന്നെ എക്സാമ്പിൾ എടുത്ത് പറയാം. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു എക്സാമ്പിളുണ്ട്. അദ്ദേഹം ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര പോകുമായിരുന്നു. യാത്ര ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറെ ചില യാത്രക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് അവരും ഈ പറഞ്ഞ പോലെ അവരവരുടേതായ കാര്യങ്ങൾ നോക്കുന്നു, ഓരോന്ന് വായിക്കുന്നു, പുസ്തകം വായിക്കുന്നു. ചില ആൾക്കാർ വിൻഡോയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റേഷനിൽ ചെന്ന് നിർത്തുകയും ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പിതാവും രണ്ട് കുട്ടികളും കൂടെ, പിന്നെ 5-8 വയസ്സൊക്കെയുള്ള 2 കുട്ടികൾ അതിനകത്ത് കയറുന്നു. അപ്പോൾ അവർ കയറി ഇരുന്നു, ട്രെയിൻ അങ്ങോട്ട് നീങ്ങുന്നു. ഈ കുട്ടികൾ അതിനകത്ത് കിടന്നുകൊണ്ട് മറിയുന്നു, ബഹളം ഉണ്ടാക്കുന്നു, സ്ക്രീം ചെയ്യുന്നു, ഭയങ്കര സൗണ്ട്, ഇവരുടെ ഒരു അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കി കിടന്ന് ഉരുണ്ട്. കാരണം ഇവരെല്ലാവരും അങ്ങ് അസ്വസ്ഥമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ യാത്ര വളരെ ദുസ്സഹമായി. അതുകൊണ്ട് ഈ പ്രൊഫസർ ഇങ്ങനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളാണോ? അതെ എൻ്റെ കുട്ടികളാണ്. അവരിങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന, അവരോടൊന്ന് ഒന്ന് അടങ്ങിയിരിക്കാനെന്ന് പറഞ്ഞുകൂടെ? അപ്പം ഞാനും അത് ആലോചിക്കുന്നത്, എങ്ങനെ ഇപ്പോൾ അവരോട് പറയുക? അപ്പോൾ അതെന്താ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതെ ഞാനും ആ ഒരു പറയണമല്ലോ എന്നുള്ള ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ വിഷമിക്കേണ്ട കാര്യം? കുട്ടികളോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയാം, ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ? അപ്പോൾ ഇയാൾ പറഞ്ഞത്, ഇപ്പം ഞാനിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്, ഞാൻ ഈ കുട്ടികളെ 2 പേരെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ മദർ ഹോസ്പിറ്റലിൽ മരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വരവാണ്. അപ്പോൾ ഇവരോടിനി എനിക്കത് പറയാനായിട്ടുള്ളൊരു ശക്തി ഞാൻ ആർജിച്ചിട്ടില്ല. അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന യാത്രക്കാർക്ക് ഈ കുട്ടികൾ അതുവരെ ഇട്ടിരുന്ന ബഹളമോ ഇറിറ്റേഷനോ അതെല്ലാം അങ്ങ് മാറിയിട്ട് അപ്പോൾ അവർ ഓരോന്നോ കൊടുക്കുന്നു. കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു, കുട്ടികളോട് തമാശ പറയാനായിട്ട് ശ്രമിച്ചു നോക്കുന്നു. ഈ കുട്ടികൾ സ്ക്രീം ചെയ്തില്ലെങ്കിലാണ് പിന്നെ അവർക്ക് ബുദ്ധിമുട്ട്. കാരണം അവർക്ക് അവരുടെ വിഷമം പ്രകടിപ്പിക്കാനായിട്ട് അവർ ആ ഒരു വഴി മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒന്ന് പരിചയപ്പെടുക, വർത്തമാനം പറയുക, എന്നിട്ട് നമുക്ക് ചില പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കുക. അതിനിടയ്ക്കൊരു ബഹളം കൂട്ടുന്നൊന്നും നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇത്രയും പേരുടെ പാരഡൈം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ആ ഒരു അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ജീവിതത്തിൽ കാണാറുണ്ട്. ചിലപ്പം ട്രാഫിക് പോലീസ് എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വളരെ ഇറിറ്റൻ്റായിട്ട് പെരുമാറുന്നത്? കാരണം അത്രയും നേരം വെയിൽ കൊണ്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ആ വെയിലത്ത് നിൽക്കാൻ പറ്റത്തില്ല. ആ വെയിലത്ത് മണിക്കൂറുകളായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പല ആൾക്കാരും വണ്ടി തിരിച്ചുവിടാനൊക്കെ നോക്കിയപ്പോഴത്തേക്കും പല ആൾക്കാരും പറഞ്ഞിട്ട് പ്രതികരിക്കാതിരിക്കുക, അനങ്ങാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ അവരുടെ ഒരു രീതി അവർക്ക് മൊരണനായി പോകും. എന്തുകൊണ്ടാണ് അധ്യാപകർ ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോൾ അവർക്കും ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും കുട്ടികൾ ആരും ഇദ്ദേഹം പറഞ്ഞാൽ കേൾക്കില്ല, വളരെ ദേഷ്യപ്പെട്ടെങ്കിൽ മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചില അധ്യാപകർ ആ രീതിയിലേക്ക് മാറുന്നതിന് ചിലപ്പോൾ എന്തുകൊണ്ടാണ് വൈഫ് വീട്ടിൽ നമ്മൾ വളരെ പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ നോക്കുമ്പോഴും വൈഫ് ഒട്ടും പ്ലസൻ്റ് ആകാത്തതിൻ്റെ കാര്യം അവരുടേതായ ഒരു റീസൺ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പാരഡൈം ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചിലരോട് ഇപ്പോൾ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം അവരെ മനസ്സിലാക്കുന്നില്ല, അവരുണ്ടാക്കുന്നതിനൊരു വിലയില്ല, അവർ ചെയ്യുന്നതിനൊരു അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും പലർക്കും കാണും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പാരഡൈം ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു പാരഡൈം ഉള്ളത്, കേരളത്തിലുള്ള ഒത്തിരി പേർക്ക്, എനിക്ക് തോന്നുന്നത് മേ ബി മെജോറിറ്റി ആൾക്കാർക്കുള്ളൊരു പാരഡൈമാണ് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടാകുക, എല്ലാ മാസവും ശമ്പളം കിട്ടുക. അത് അവരുടെ ഉള്ളിലുള്ളൊരു മോഡലാണ്.
അപ്പോൾ ഈ ഒരു പെർഫെക്റ്റ് മോഡൽ അപ്പോൾ അവരുടെ കുട്ടികളിലും നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവർ അക്സെപ്റ്റ് ചെയ്യും, ഒരു കല്യാണത്തിന് പോലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എപ്പോഴും ഒരു പെർഫെക്റ്റായിട്ടൊരു ജോലിയുള്ള, സ്ഥിരമായിട്ട് ജോലിയുള്ള, സ്ഥിരതയുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ ആംഗിളിൽ, കേരളത്തിൻ്റെ ആംഗിളിൽ നമ്മൾ നോക്കുമ്പോഴാണ്. ആ സമയത്ത് നമ്മൾ ചൈനയിലൊരു സ്കൂളിൽ നോക്കുകയോ അല്ലെങ്കിൽ ആൾക്കാരിൽ നോക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അവരോട് ചോദിക്കുകയാണെങ്കിൽ അവരെപ്പോഴും ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ. അപ്പോൾ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കുട്ടി എപ്പോഴും പറയുന്നത് സക്സസ്ഫുൾ ബിസിനസ്മാൻ ആകണം. അപ്പോൾ എപ്പോഴും അവരുടെ സിംഗപ്പൂർ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും വലിയ ഒരു സക്സസ്ഫുൾ ബിസിനസ് പേഴ്സൺ ആകണം. ഇതാണ് അവരുടെ ഏറ്റവും വലിയ മോഡലായിട്ട് വരുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് വരുമ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും നല്ല സിനിമ നിർമ്മിക്കാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ടിവിസ്റ്റ് ആകാനും പ്രവർത്തിക്കാനായിട്ട് പറ്റണം, ഇല്ലെങ്കിൽ ആനിമൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റണം. ഇങ്ങനെ പല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഒരാൾക്ക് രണ്ടാൾക്കോ ഉള്ളൊരു ഇൻട്രസ്റ്റ് അല്ല, ലക്ഷക്കണക്കിന് പേർക്ക്, മേ ബി ഇൻ ക്രോർസ്, നമ്മൾ ചിന്തിക്കുന്നത് മുഴുവനും ജോലിയോട് കൂടി ജീവിക്കണം, ജോലി പഠിക്കണം, നല്ലപോലെ പഠിക്കണം, ജോലി. നമുക്കത് ഉള്ളിലുള്ളൊരു പാരഡൈമാണ്. അപ്പോൾ ഈ കേരളത്തിലൊരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ പാരഡൈം ഷിഫ്റ്റ് ചെയ്യണം. പാരഡൈം ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമുക്ക് ആ പാരഡൈം ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ നമ്മൾ ബാക്കി ലോകത്ത് നടക്കുന്ന എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റണം. ഇപ്പം നെഗറ്റീവായിട്ട് കാണുന്നതിന് പകരം ഇങ്ങനെ ഒരു അസ്ഥിരത ഉള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ചിലർക്ക് കാണുന്ന സർക്കംസ്റ്റൻസസിനകത്ത് ഒരു ഇപ്പം നമ്മൾ പൊതുവെ കാണുന്ന വെച്ചാൽ എല്ലാവരും നമ്മളെ കളിയാക്കുന്നു, ഇല്ല നമ്മുടെ മോശം കാണാൻ ശ്രമിക്കുന്നു. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ മൈൻഡ് പവറിനകത്തൊരു റിവേഴ്സ് പാരനോയ്യ എന്ന് പറയുന്നത്, പാരനോയ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ടാണ്. തിരിച്ച് എല്ലാവരും കൂടിയാലോചിക്കുന്നത് ഗൂഢാലോചന നടത്തുന്നതൊക്കെ നമ്മളെ സഹായിക്കാനാണ്, നമ്മളെ വിജയിപ്പിക്കാനാണ്. അപ്പോൾ ഈ റിവേഴ്സ് പാരനോയ്യ എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്താണോ നമ്മൾ ബിലീവ് ചെയ്യുന്നത്, എന്താണോ നമ്മൾ പെർസീവ് ചെയ്യുന്നത്, നമ്മളൊരു പർട്ടിക്കുലർ രീതിയിൽ പ്രോഗ്രാംഡ് ആണ്, അതൊരു റെപ്പറ്റേറ്റീവ് രീതിയിൽ എക്സ്പോഷർ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഐഡിയാസ് നമ്മളെടുത്ത്, ഇൻഫർമേഷൻ എടുത്ത് നമ്മളെ സെൽഫ് കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഒരു കോൺഷ്യസ് തോട്ട്, ഒരു ഡിസിഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ, ഇപ്പോൾ നമ്മളെ കൊണ്ടുള്ള കേപ്പബിലിറ്റി, കഴിവുകൾ. അപ്പോൾ കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തൊരു ജോലിയിലൂടെയുള്ളൊരു ജീവിതം, സ്ഥിരത എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളവരെ ലിമിറ്റ് ചെയ്യുകയാണ്. ലിമിറ്റ്ലെസ് ലൈഫിനെ കുറിച്ച് അവർക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ കേരളത്തിൽ നമ്മളെങ്ങനെ ഒരു പാരഡൈം ഷിഫ്റ്റ് ചെയ്യണം, എങ്ങനെ നമുക്കൊരു പ്രോബ്ലംസ് ഇല്ലാത്ത ലൈഫിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ റോഡ് മോശമായി കിടന്നു കഴിഞ്ഞാൽ റോഡിനകത്ത് ഒരുപാട് കുഴിയാണ്. നമ്മൾ ഒരുപാട് കിലോമീറ്ററുകളോളം ഇങ്ങനെ ഈ കുഴിയുള്ള റോഡിനകത്തോടെ പോയി. അപ്പോൾ നമുക്ക് റോഡ് വളരെ മോശമാണ്, യാത്ര വളരെ ദുസ്സഹമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് മണിക്കൂർ കണക്കിന് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു പോകാറുണ്ട്. നമുക്ക് കുറച്ചുകൂടെ നല്ല റോഡുകൾ എന്തുകൊണ്ടില്ല, നല്ല സ്കൂളുകളില്ല, നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഇല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റൽസ് ഇല്ല. ഒരു ആക്സിഡൻറ്റ് പറ്റി ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അങ്ങനെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൻ്റെ ചിത്രം നമ്മൾ മനസ്സിൽ വരിക. അപ്പോൾ നമ്മൾ പറയും മറ്റു രാജ്യങ്ങളിലെല്ലാം നല്ല ഫെസിലിറ്റിയാണ്, എന്തുകൊണ്ട് കേരളത്തിനകത്ത് ഇതില്ല? അപ്പോൾ ഇവിടെ ചോദിക്കുന്നതിനകത്തൊരു വലിയ പ്രശ്നമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ പാരഡൈം നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സിംഗപ്പൂരിനെ സംബന്ധിച്ച് സിംഗപ്പൂരിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ടോട്ടലി എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസാണ്. സ്കൂളൊന്ന് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാം ടോട്ടലി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ലോകോത്തര സ്കൂളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇല്ല റോഡുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാനായിട്ട് പറ്റുന്ന കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്തെ ഇതിനെ കഴിഞ്ഞ് ഏറ്റവും നന്നായിട്ട് ഉള്ള റോഡുകളാണ്, ടൈൽസ് ഇട്ടേക്കുന്ന കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള റോഡുകളാണ്. എന്തുകൊണ്ടാണ്, വാട്ട്സ് ഡിഫറൻസ്? അപ്പോൾ ഇവിടെ നമ്മൾ കേരള ഗവൺമെൻറ് എന്തുകൊണ്ടത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത് 110 ബില്യണോളമാണ്. 110 ബില്യണിൽ നിന്ന് നമുക്ക് എങ്ങനെ കേരള ഗവൺമെൻറ്റിന് കയ്യിൽ കിട്ടിയാലും അതിനകത്തുനിന്നൊരു 30 ബില്യൺ 40 ബില്യണിൽ കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത്രയും പൈസ മാത്രം കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യണം, പോലീസിന് ശമ്പളം കൊടുക്കണം, പിന്നെ എല്ലാ ഹോസ്പിറ്റലിൻ്റെയും, പിന്നെ മുഴുവൻ ടീച്ചേഴ്സിൻ്റെ ശമ്പളം, ഇതെല്ലാം വഹിച്ചു കഴിഞ്ഞിട്ട്
അപ്പോൾ പലപ്പോഴും ഗവൺമെൻറ് കയ്യിൽ വേറെ വികസന പ്രവർത്തനത്തിനോ റോഡ് പണിയാനോ ഇല്ലെങ്കിൽ മറ്റ് വികസനം കൊണ്ടുവരാനൊക്കെ വളരെ തുച്ഛമായ പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ മൊത്തം നമ്മുടെ ഉൽപ്പാദനം ഇതിനകത്ത് കേരളത്തിൽ നിന്ന് ഒത്തിരി ആൾക്കാർ സംരംഭകരും ബിസിനസ്സും അവർ ചെയ്ത് കേരളത്തിൻ്റെ മൊത്തമായിട്ടുള്ള GDP ഒരു 800 ബില്യണിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിന് ചിലപ്പോൾ ഒരു 200-300 ബില്യൺ ഡോളേഴ്സ് ആയിരിക്കും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിന് മുഴുവൻ റോഡുകളും ഈ പറഞ്ഞ 6 വരിപ്പാതയാക്കാനും അതിമനോഹരങ്ങളായ പാലങ്ങളും അതുപോലെ തന്നെ പാർക്കുകളും അതല്ലെങ്കിൽ നല്ല എയർ കണ്ടീഷൻ ആയിട്ടുള്ള സ്കൂളുകളും കോളേജുകളും അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ലോകോത്തര ഹോസ്പിറ്റൽസൊക്കെ ഉണ്ടാക്കാനായിട്ട് പണം വരും. ഇപ്പോൾ ഇവിടെ എല്ലാം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇപ്പം പ്രളയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പണത്തിനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഗവൺമെൻറ് വന്ന് നിൽക്കുന്നത് മുട്ടേക്കുന്നത് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും സുഖപ്രദമായ സൗകര്യപ്രദമായത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എല്ലാവരും ജോലി എന്ന് പറയുന്നൊരു മോഡൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അക്യൂമുലേറ്റ് ചെയ്തിരുന്ന തോട്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ആ റെപ്പറ്റേറ്റീവ് തോട്ട്സ് വന്നു കഴിയുമ്പോഴത്തേക്കും ആ തോട്ട്സ് നമ്മുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമായിട്ട് മാറും, ഉപബോധ മനസ്സിൻ്റെ സബ് കോൺഷ്യസ് പ്രോഗ്രാമായി മാറും. അപ്പോൾ നമ്മളൊരു ജോലിക്കാരനായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു സെൽഫ് ഇമേജ് വന്നു കഴിയുമ്പോൾ ഹാബിച്വലി നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്നതായിട്ട് വിശ്വസിക്കുന്നത് നമ്മളെപ്പോഴും ഒരു ജോലിക്കാരനാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് ചിന്തിക്കുന്നതാണ്, ആ സ്ഥിരമായ ചിന്തയാണ് നമുക്ക് കൺസിസ്റ്റൻ്റ്ലി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മളെക്കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ജോലി ചെയ്ത് വീടുണ്ടാക്കി കുഞ്ഞുങ്ങളെ വളർത്തി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പെൻഷനുമായിട്ട് ജീവിക്കുന്ന ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിന് പകരം ആ ഒരു തോട്ടിന് പകരം നമ്മൾ പാരഡൈം ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സിംഗപ്പൂരിൻ്റെ വികസനം പോലെ ഏറ്റവും വലിയ ഉൽപ്പാദന രംഗത്തേക്ക് ജനങ്ങൾ എല്ലാവരും ഇറങ്ങി വലിയ ബിസിനസ് ചെയ്ത് ഈ 800-900 ബില്യൺ ഡോളേഴ്സ് കേരളത്തിനകത്ത് GDP വരുന്ന രീതിയിൽ ആഭ്യന്തര ഉൽപ്പാദനം മൊത്തം വരുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവർത്തിച്ചു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഒത്തിരി പേരുടെ മനസ്സിലേക്ക് ഈ ജോലിക്ക് അപ്പുറത്തേക്കായിട്ട് വലിയൊരു ബിസിനസ് ചെയ്യാനായിട്ട് എല്ലാവരും ബിസിനസ് ചെയ്യാനായിട്ടുള്ള അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഭാഗം ആൾക്കാർ, ഇപ്പോൾ എല്ലാവരും അങ്ങനെ വരണമെന്നില്ല, പക്ഷേ നല്ലൊരു ഭാഗം ആൾക്കാർ ഇവിടെയോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ ഓൺലൈനിലൊക്കെ ഒരു ബിസിനസ്സിലേക്ക് മാറും, കോമ്പറ്റീറ്റീവ് ആകും, രാജ്യം മാറും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മോഹിക്കുന്നത് ഒരു വലിയ വ്യത്യസ്തമായ ജീവിതവും സിംഗപ്പൂരിനെ പോലെ അല്ലെങ്കിൽ നമ്മൾ സ്വിറ്റ്സർലൻഡിനെ പോലെ അല്ലെങ്കിൽ നോർവേയിലെ പോലുള്ള ഒരു ലൈഫ് നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ വരുത്തിക്കൂടാ? അപ്പോൾ സർക്കാരല്ല അത് മാറ്റേണ്ടത്, ജനങ്ങൾ അവരുടെ മോഡൽ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാത്തിനെക്കുറിച്ചും, കുടുംബജീവിതത്തെക്കുറിച്ചാണെങ്കിലും കുട്ടികളെക്കുറിച്ചാണെങ്കിലും. അപ്പോൾ ഈ കയ്യിലുള്ള മോഡൽസ് നമ്മൾ ഈ മോഡൽ ഷിഫ്റ്റ് ചെയ്തിട്ട് പുതിയ മോഡൽ ഉൾക്കൊള്ളുന്നതിനാണ്. അപ്പോൾ ഈ പാരഡൈം ഷിഫ്റ്റ് നമുക്ക് ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാരഡൈം ഷിഫ്റ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ പാരഡൈം ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്തമായ മോഡൽസ് കാണാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പാരഡൈം തീർച്ചയായിട്ടും അവിടെ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ അവിടെ പുതിയ ടാസ്കിലേക്കും പുതിയ ബിഹേവിയറിലേക്കും പുതിയ ഹാബിറ്റിലേക്കും നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമ്മുടെ ഗോളുകളും സ്വപ്നങ്ങളും ആയിക്കഴിയുമ്പം ബിഹേവിയേഴ്സും അപ്പോൾ നമ്മൾ ടോട്ടലി ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് ടോട്ടലി വ്യത്യസ്തമായ മാറിയ ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചിന്താഗതി അവിടെ മാറും, നമ്മുടെ ബിഹേവിയർ അവിടെ മാറും. അപ്പോൾ നമ്മൾ വളരെ ഫ്രീക്വൻ്റായിട്ട് ദിവസം എല്ലാ പ്രാവശ്യവും ഇത് തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജനങ്ങൾക്ക്, അപ്പോൾ കുറേ പേര് ഇതിൽ ജീവിതത്തിൽ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ജനങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള മാറ്റം വരും. നമ്മുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടും രീതികളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ ഹാപ്പി ആകാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മളുടെ റിലീജിയസ് വിശ്വാസത്തിലാണെങ്കിലും സയൻറ്റിഫിക്കിലാണെങ്കിലും ഇക്കണോമിക് ലൈഫിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും സെക്സ് ലൈഫിലാണെങ്കിലും എല്ലാ വിധത്തിലുള്ള കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ വിധത്തിലും നമുക്ക് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് റീഫ്രെയിം ചെയ്ത് ലൈഫിനെ വേണമെങ്കിൽ മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓട്ടോ സജഷൻസ് കൊടുക്കാം, നമുക്ക് പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യാം, നമ്മുടെ ബിഹേവിയർ ബിലീവ് സിസ്റ്റം നമുക്ക് മാറ്റിയെടുക്കാം. എപ്പോഴും നമുക്ക് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽസ് ഉണ്ടാക്കാം. അപ്പോൾ എപ്പോഴും നമുക്ക് റെപ്പറ്റേറ്റീവായിട്ട് നമ്മളെപ്പോഴും പുതിയ റിയാലിറ്റി
അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോകാം. സ്വപ്നം കാണുക, സ്ഥിരമായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലൈഫിനെ പിന്നെ നമ്മളൊരു ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിന് ശേഷം വരുന്ന തലമുറയ്ക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാരഡൈം ആയിരിക്കും. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാരഡൈം അവർ കണ്ടിട്ടില്ല. നമ്മുടെ ഒരു അഗ്രികൾച്ചർ പാട്രിയാർക്കൽ സൊസൈറ്റി നമുക്കുണ്ടായിട്ടുള്ള ഒരു പാരഡൈമിൽ നിന്നാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ വേറൊരു പാരഡൈമിലേക്ക് പോയേ പറ്റുള്ളൂ, പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടും മാറ്റി ജീവിതം മാറ്റുന്ന ആൾക്കാർ അവർ അതിനനുസരിച്ചുള്ള സന്തോഷവും സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നു. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ വീണ്ടും ഈ പറഞ്ഞ സാധാരണ തലത്തിൽ നിന്നും വീണ്ടും അതിൻ്റെ താഴേക്ക് നമുക്ക് പോകാനായിട്ട് വീണ്ടും അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ റൊട്ടീൻസിനെ കുറിച്ചും ബിലീവ് സിസ്റ്റത്തെക്കുറിച്ചും ഏത് രീതിയിലാണ് നമുക്ക് ലൈഫ് വേണ്ടെന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എല്ലാം ലൈഫിൻ്റെ മോഡൽ മാറട്ടെ, പാരഡൈം ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. ലൈഫ് ലൈൻ്റെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ട് താഴെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എപ്പോഴും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. അത് പ്രയോജനപ്പെടുത്താം.